കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയമുള്ളവരെ, ഒരു പുതിയ ദിവസത്തിന്റെ പുലർകാലം കൂടെ കാണുവാൻ, കർത്താവിനെ സ്തുതിപ്പാൻ, നമ്മുടെ ദൈവത്തെ വാഴ്ത്തുവാൻ കർത്താവ് തന്നിരിക്കുന്ന ഈ വിലപ്പെട്ട അവസരത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും. അവിടുത്തെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാലങ്ങളിലും ദൈവത്തെ സ്തുതിക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ. ഓരോ പ്രഭാതങ്ങളും ദൈവിക ചിന്തയോടുകൂടെ ആരംഭിക്കുവാൻ, ദൈവവചനത്തോടൊപ്പം ആരംഭിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? ദൈവരാജ്യം അവകാശം ആക്കാത്തവർ. കഴിഞ്ഞ 9 എപ്പിസോഡുകളായി നാം ഈ വിഷയമാണല്ലോ തുടർച്ചയായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിൻ്റെ 10ാമത്തെ ഭാഗത്തേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിലെ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങൾ അതിൻ്റെ 37:8. അവിടെ എന്താ വായിക്കുന്നത്? കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കാം, മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകുകയേ ഉള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കാം, മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകുകയേ ഉള്ളൂ. ഇന്ന് നാം ജീവിക്കുന്ന ലോകം എങ്ങനെയിരിക്കുന്നു? അസ്വസ്ഥത നിറഞ്ഞ ഒരു തലമുറയിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. ശരിയല്ലേ? ഭീതിപ്പെടുത്തുന്ന വാർത്തകൾ, ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ ഓരോ ദിവസവും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ലോകം. അക്രമവും അനീതിയും അരക്ഷിതാവസ്ഥയും വർദ്ധിച്ചിരിക്കുന്ന കാലം. കൊള്ളയും കൊള്ളിവെപ്പും കൊലപാതകങ്ങളും വർദ്ധിച്ച് പെരുകിയിരിക്കുന്ന കാലം. സത്യവും ധർമ്മവും നീതിയുമൊക്കെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കാലം. ശാന്തിയും സമാധാനവും പടിയിറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലം. മനുഷ്യൻ ഭൗതിക നേട്ടങ്ങൾക്ക് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന കാലം. വികാരങ്ങൾ പലപ്പോഴും വിവേകത്തെ ഹനിക്കുന്ന കാലം. ഇപ്പൊ എല്ലാം കൊണ്ടും വളരെ ദുർഘടം നിറഞ്ഞ ഒരു കാലഘട്ടം, എല്ലാം കൊണ്ടും വഷളത്വം നിറഞ്ഞ ഒരു കാലഘട്ടം. കർത്താവ് പറഞ്ഞല്ലോ, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ കാലവും ആകും, ലോത്തിന്റെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ കാലവും ആകും. എത്ര വാസ്തവമാണ്! ദൈവഭയമില്ലാത്തൊരു തലമുറ, ദൈവമില്ലാത്തൊരു സമൂഹം ഇന്ന് വർദ്ധിച്ചു വരികയാണ്. ഇന്ന് മനുഷ്യനെ ഒരു പരിധി വരെ നിയന്ത്രിക്കുന്നത് അവന്റെ വികാരങ്ങളാണ്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? മനുഷ്യന്റെ വികാരങ്ങളാണ് പലപ്പോഴും അവനെ നിയന്ത്രിക്കുന്നത്. എന്നാൽ വികാരങ്ങൾക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടാലോ അത് വലിയ അപകടങ്ങളിലേക്ക് നയിക്കും. അത്തരത്തിൽ മനുഷ്യനെ അപകടത്തിലേക്ക് നയിക്കുന്ന ഒരു വികാരമാണ് ക്രോധം. ഇന്നത്തെ സമൂഹത്തിൽ കാണുന്ന യുദ്ധങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, അക്രമങ്ങൾ, കൊലപാതകങ്ങൾ, ഇവയ്ക്കൊക്കെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? മനുഷ്യന്റെ ക്രോധമാണ്. അതുകൊണ്ട് വചനം പറയുന്നു, കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കാം, മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകുകയുള്ളൂ. എന്തുകൊണ്ടാണ് ദോഷത്തിന് ഹേതുവാകുകയുള്ളൂ എന്ന് പറയുന്നത്? ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഏതു വക പ്രവർത്തിക്കുന്നവർ? ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്, 15 കൂട്ടം കാര്യങ്ങൾ. എന്നിട്ട് ഇതിനെ പറഞ്ഞിട്ട് പറയുകയാണ്, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് മുമ്പേ പറഞ്ഞതുപോലെ പിന്നെയും നിങ്ങളോട് മുൻകൂട്ടി പറയും. ഇപ്പം ദൈവത്തിന്റെ വചനം വിവരിക്കുന്ന ജഡത്തിന്റെ പ്രവർത്തികളിൽ ഒന്നാണ് ക്രോധം. ഇപ്പൊ ഗലാത്യ ലേഖനം വിവരിക്കുന്ന ജഡത്തിന്റെ പ്രവൃത്തികളിൽ 9ാമത്തേതാണെന്ത്? ക്രോധം. ഈ ക്രോധത്തിൽ നന്മയും തിന്മയും അടങ്ങിയിട്ടുണ്ട്. അതായത് നന്മ ഹനിക്കപ്പെടുമ്പോൾ കോപമുണ്ടാകുന്നത് അത് ജഡത്തിന്റെ പ്രവൃത്തിയാണെന്ന് പറയാൻ പറ്റത്തില്ല.
എന്നാൽ നമുക്കറിയാം, ദൈവം കോപിക്കുന്നത് വിശുദ്ധിയുടെ ഭാഗമായിട്ടാണ്. ജഡത്തിന്റെ പ്രവൃത്തിയിൽ ഉൾപ്പെടുന്ന ക്രോധം തിന്മ നിറഞ്ഞതാണ്. കോപത്തിന്റെ മൂർധന്യാവസ്ഥയാണ് ക്രോധം. അപ്പൊ രണ്ടു തരമുണ്ട്. വിശുദ്ധിയുടെ ഭാഗമായിട്ടുള്ളെങ്കിൽ നന്മ ഹനിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന കോപം, ജഡത്തിന്റെ പ്രവൃത്തിയായിട്ടുള്ള ക്രോധം. ഇപ്പൊ മനുഷ്യ ജീവിതത്തിൽ കോപവും ക്രോധവും ഇല്ലാത്തവർ വളരെ വിരളമാണ്. എല്ലാ മനുഷ്യർക്കും അതുണ്ട്, അല്ലെ? ഒരളവ് അല്ലെങ്കിൽ പല അളവിൽ അത് മനുഷ്യരിൽ വ്യത്യസ്തമാണ്. എന്നാൽ കോപിക്കുന്നത് മനുഷ്യന് നല്ലതാണോ? കോപിക്കുന്നവന്റെ ഉമിനീരിൽ വിഷം കലർന്നിരിക്കുന്നു എന്നാ പറയുന്നത്. ഞാൻ ചെറുപ്പകാലത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു കവിത പഠിച്ചത് ഓർക്കുകയാണ്. അതിൽ ഒരു പട്ടി ഒരു മനുഷ്യനെ കടിച്ചു. ആ മനുഷ്യൻ തിരിച്ചു പട്ടിയെ കടിച്ചു. പട്ടി ചത്തുപോയി എന്ന് പറഞ്ഞാൽ കവി അതിലൂടെ ഉദ്ദേശിക്കുന്നത് പട്ടിയുടെ വിഷത്തേക്കാൾ കൂടിയ വിഷമാണ് മനുഷ്യനിൽ നിന്ന് ഈ പട്ടിക്ക് ലഭിച്ചത്. അതുകൊണ്ടാണ് പറയുന്നത്, കോപിക്കുന്നവന്റെ ഉമിനീരിൽ വിഷം കലർന്നിരിക്കുന്നു. ഒരമ്മ കോപത്തോടിരിക്കുമ്പോൾ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുകയാണെങ്കിൽ അവൾ ശരിക്കും പാലല്ല കൊടുക്കുന്നത്, വിഷമാണ്. അങ്ങനെ ക്രോധം എന്ന വികാരം തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇന്നത്തെ ലോകത്തിൽ അരങ്ങേറുന്ന അക്രമങ്ങൾ, കൊലപാതകങ്ങൾ, നശീകരണ പ്രവർത്തനങ്ങൾ, ഇവയ്ക്കൊക്കെ ഉള്ള ഒരു മുഖ്യ കാരണം എന്താണ്? മനുഷ്യന്റെ ക്രോധമാണ്. ഇതെല്ലാം അക്രമങ്ങളും ഒന്ന് പറഞ്ഞ രണ്ടിന് പ്രശ്നമാണ്. എന്താ കാരണം? ഇന്ന് സമൂഹത്തിൽ ഈ ജഡത്തിന്റെ പ്രവൃത്തി വർദ്ധിച്ച് പെരുകിയിരിക്കുകയാണ്. നാം പണ്ട് കാലത്തെ അപേക്ഷിച്ച് മനുഷ്യർക്ക് തമ്മിലുള്ള സ്നേഹം, കരുണ, ദയ ഇതൊക്കെ ഇന്ന് കുറഞ്ഞിരിക്കുക. ഒന്ന് പറഞ്ഞ് രണ്ടിന് തല്ലും. ആ ഒരു കാലഘട്ടത്തിൽ ഈ കാലം മാറിയിരിക്കുകയാണ്. നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ കാണുന്ന പലതും മനുഷ്യനെ അത്തരത്തിൽ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതുമാണ്. എന്ന് പറഞ്ഞാൽ പിശാച് വാർത്താ മാധ്യമങ്ങളെ ഒക്കെ എന്ത് ചെയ്യുന്നു? തൻ്റെ ദൗത്യ നിർവഹണത്തിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ തലമുറയെ പിശാച് കൈക്കലാക്കിയിരിക്കുകയാണ്. ഇന്ന് കാണുന്ന അക്രമങ്ങളും കലാപങ്ങളും പ്രശ്നങ്ങളും എല്ലാം മനുഷ്യന്റെ ക്രോധത്തിന്റെ അനന്തരഫലമാണെന്ന് കാണുന്നു. അതുകൊണ്ട് വചനം പറയുകയാണ്, കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക, മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകുകയുള്ളൂ. നമുക്കറിയാം, ദേഷ്യം വരുമ്പോൾ കയ്യിലിരിക്കുന്ന കളിപ്പാട്ടം വലിച്ചെറിയുന്ന കൊച്ചുകുട്ടിയിലും, ദേഷ്യം വരുമ്പോൾ തന്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥിയെ പൊതിരത്തല്ലുന്ന അധ്യാപികയിലും അധ്യാപകനിലും, ദേഷ്യം കൊണ്ട് കലിതുള്ളുമ്പോൾ തന്റെ മുമ്പിൽ നിൽക്കുന്ന എതിരാളിയെ കുത്തി കൊലപ്പെടുത്തുന്ന കൊലപാതകയിലും ഒക്കെ നമ്മൾ കാണുന്നത് ഒരേ കോപത്തിന്റെ അലകളാണ്. ഇപ്പൊ കോപത്തിന്റെ അളവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിലും കോപിക്കാത്തവരായ ആരും തന്നെ ഇല്ല. ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ട്, ഞങ്ങൾ പാരമ്പര്യമായിട്ട് കോപിക്കുന്നവരാ, അഭിമാനം കൊള്ളുക. എന്നാൽ കോപം മനുഷ്യന്റെ ആയുർദൈർഘ്യം കുറയ്ക്കുകയും മറ്റുള്ളവരെ അപ്രീതി സമ്പാദിക്കുവാൻ കാരണമായി തീരുകയും ചെയ്യുന്നു. നമുക്ക് എപ്പോഴും കോപിക്കുന്ന ആളുകളാണെങ്കിൽ അവരോട് സംസാരിക്കാൻ നമുക്ക് അല്പം ബുദ്ധിമുട്ടായിരിക്കും. അത് മനുഷ്യന്റെ ആയുർദൈർഘ്യത്തെ കുറയ്ക്കുന്നതാണ്. ഇത് മറ്റുള്ളവരുടെ അപ്രീതി സമ്പാദിക്കുവാൻ കാരണമായി തീരുന്നു. അതുകൊണ്ടാ വചനം ഇപ്രകാരം പറയുന്നു. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 19-ാമത്തെ വാക്യം. യാക്കോബ് 1:19. അവിടെ എന്താ വായിക്കുന്നത്? എന്നാൽ ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും കോപത്തിന് താമസവുമുള്ളവൻ ആയിരിക്കണം. വചനം വ്യക്തമായിട്ട് പറയണം, ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും കോപത്തിന് താമസവുമുള്ളവൻ ആയിരിക്കണം. ഇന്ന് തിരുവചനം പഠിക്കുമ്പോൾ ലോകത്തിൽ ആദ്യമുണ്ടായ കോപം ആരുടെ കോപമാണ്? കയീന്റെ കോപമാണ്. നമുക്കറിയാം, കയീനും ഹാബേലും സഹോദരന്മാരായിരുന്നു. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം പഠിക്കുമ്പോൾ, അനന്തരം മനുഷ്യൻ തൻ്റെ ഭാര്യയായ ഹവ്വയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് കയീനെ പ്രസവിച്ചു. യഹോവയാൽ എനിക്കൊരു പുരുഷ പ്രജ ലഭിച്ചു എന്ന് പറഞ്ഞു. പിന്നെ അവൾ അവന്റെ അനുജനായ ഹാബലിനെ പ്രസവിച്ചു. ഹാബൽ ആട്ടിടയനും കയീൻ കൃഷിക്കാരനുമായി തീർന്നു. കുറെ കാലം കഴിഞ്ഞ ശേഷം കയീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്കൊരു വഴിപാട് കൊണ്ടുവന്നു. ഹാബലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന്, അവയുടെ മേധസ്ഥൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബലിനും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു, കയീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. ഇവിടെ രണ്ട് സഹോദരന്മാർ
ആരാധനയ്ക്കായിട്ട് പോയതാണ്. ഒരാൾ വചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം ആരാധിച്ചപ്പോൾ ഒരാൾ തൻ്റെ അവസ്ഥയ്ക്കൊത്ത് ആരാധിച്ചു, അല്ലെങ്കിൽ വ്യവസ്ഥ തെറ്റിച്ച് ആരാധിച്ചു. ഒരാളിന്റെ ആരാധനയിൽ അല്ലെങ്കിൽ യാഗത്തിൽ ദൈവം പ്രസാദിച്ചപ്പോൾ വ്യവസ്ഥ തെറ്റിച്ചവന്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചില്ല. അപ്പോൾ കയീന് കോപമുണ്ടായി. നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങൾ. കയീന് ഏറ്റവും കോപമുണ്ടായി, അവന്റെ മുഖം വാടി. എന്നാൽ യഹോവ കയീനോട്, നീ കോപിക്കുന്നത് എന്ത്? നിന്റെ മുഖം വാടുന്നതും എന്ത്? നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീയോ അതിനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു. അപ്പൊ ഇവിടെ ദൈവം തന്റെ ആരാധനയിൽ യാഗത്തിൽ പ്രസാദിക്കാതിരുന്നപ്പോൾ കയീന് ഏറ്റവും കോപമുണ്ടായി. അപ്പം ദൈവം പറയുകയാണ്, നീയോ അതിനെ കീഴടക്കണം, നിന്റെ കോപത്തെ കീഴടക്കണം. അപ്പൊ കയീന് തന്റെ കോപത്തെ കീഴടക്കാൻ സാധിച്ചോ? ഇല്ല, സാധിച്ചില്ല. നമ്മൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു. മത്തായി 5:22, ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പാകെ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. യേശു കർത്താവ് വളരെ ഗൗരവമായിട്ട് പഠിപ്പിച്ചൊരു വിഷയമാണ്. സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പാകെ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. ദൈവത്തിന് സ്തോത്രം. കോപം അതിന്റെ മൂർധന്യാവസ്ഥയായ ക്രോധത്തിലേക്ക് വഴിമാറി. അവസാനം അത് തന്റെ സഹോദരന്റെ കൊലപാതകത്തിലേക്ക് വഴിതെളിച്ചു. അപ്പൊ നോക്കിയേ, കയ്യിൽ കോപമുണ്ടായി, അത് ക്രോധമായിട്ട് മാറി, അത് തന്റെ സഹോദരന്റെ കൊലപാതകത്തിലേക്ക് വഴിതെളിച്ചു. അപ്പൊ ജഡത്തിന്റെ പ്രവൃത്തിയായ ക്രോധം കയ്യിനെ കീഴടക്കി. തിരുവചനം പറയുന്നു, കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കാം. മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകുകയുള്ളൂ. എന്താ കാരണം? തിരുവചനം പറയുന്നു, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഏത് വക പ്രവർത്തിക്കുന്നവർ? ജഡത്തിന്റെ പ്രവൃത്തികളോ? ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വരിക്കൂത്ത് എന്നിവയെന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. പ്രിയമുള്ളവരെ, നമ്മെ ദൈവരാജ്യത്തിൽ നിന്നും അകറ്റുന്ന ജഡത്തിന്റെ പ്രവൃത്തിയാണ് ക്രോധമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. കോപം വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു വലിയ സംഘർഷം രൂപപ്പെടുന്നു. നാം കോപിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിന്റെ മധ്യഭാഗത്തിൽ നിന്നും ശക്തിയേറിയ ഒരു രാസദ്രവ്യം പുറപ്പെടുന്നു. അത് പല ശാരീരിക മാനസിക പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. എന്നാൽ കോപം കടിച്ചമർത്തിയാലോ അപ്പോൾ തലച്ചോർ സെറാറ്റോണിൻ എന്ന രാസദ്രവ്യം പുറപ്പെടുവിക്കും. ഇത് കോപത്തെ നിയന്ത്രിക്കുവാൻ, അല്ലെങ്കിൽ കോപത്തിന്റെ അളവ് കുറയ്ക്കുവാൻ നമ്മെ സഹായിക്കുന്നതാണ്. അപ്പോൾ കോപിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കോപത്തിന്റെ അനന്തരഫലമായിട്ട് അത് വിഷാദം, ശത്രുതാവികാരം, ക്രോധം, ഉത്കണ്ഠ എന്നിവയ്ക്ക് കാരണമാകുന്നു. അപ്പൊ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന എല്ലാ വികാരങ്ങളോടും ശരീരം പ്രതികരിക്കാറുണ്ട്. അപ്പൊ എല്ലാ വികാരങ്ങളോടും ശരീരം പ്രതികരിക്കുന്നു. അതുകൊണ്ടാണല്ലോ നല്ല ഒരു വാളം പുളി നമ്മളെ കൊണ്ട് കാണിച്ചാൽ പെട്ടെന്ന് നമ്മുടെ വായിലൂടെ എന്ത് ചെയ്യും? ഉമിനീര് വരാൻ തുടങ്ങും, അല്ലെ? പുളിരസം. അപ്പൊ ശരീരം പ്രതികരിക്കുകയാണ് പുളിയോട്, അത് ചെല്ലുന്നതിന് മുമ്പ് പ്രതികരിക്കും. അതുപോലെ മനുഷ്യരിൽ ഉണ്ടാകുന്ന എല്ലാ വികാരങ്ങളോടും ശരീരം പ്രതികരിക്കുന്നു. അപ്പൊ ശുഭകരമായ ചിന്തകളും നല്ല അശുഭകരമായ ചിന്തകളുമുണ്ട്. ജഡീക ചിന്തകളും ആത്മീക ചിന്തകളുമുണ്ട്. ഇത് രണ്ടിനോട് ശരീരം എന്ത് ചെയ്യുന്നു? പ്രതികരിക്കുന്നു. അപ്പൊ ശുഭകരമായ ചിന്തകള്, നല്ല ചിന്തകള്, അല്ലെങ്കിൽ എന്താണ് ആത്മീക ചിന്തകൾ ഉണ്ടാകുമ്പോൾ ശരീരം പുറപ്പെടുവിക്കുന്ന രാസദ്രവ്യങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. എന്നാൽ അശുഭകരമായ ചിന്തകൾ അല്ലെങ്കിൽ ജഡത്തിന്റെ ചിന്തകൾ നമ്മൾ ഉണ്ടാകുമ്പോൾ ശരീരം പുറപ്പെടുവിക്കുന്ന രാസദ്രവ്യങ്ങൾ നമ്മുടെ ആരോഗ്യത്തെ ഹനിക്കുന്നതാണ്. അപ്പോൾ നല്ല ചിന്തകളും നല്ല പ്രവർത്തനങ്ങളും നമ്മളെ ദൈവരാജ്യത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ ജഡത്തിന്റെ ചിന്തകൾ, അശുഭകരമായ ചിന്തകൾ നമ്മെ നാശത്തിലേക്ക് നയിക്കുന്നു. ഇന്ന് മനുഷ്യനെ ബാധിക്കുന്ന
ഭൂരിപക്ഷം രോഗങ്ങൾക്കും ഉള്ള പ്രധാനപ്പെട്ട കാരണം ജഡീക ചിന്തകളാണ്. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. ഇന്ന് മനുഷ്യരെ ബാധിക്കുന്ന ഭൂരിപക്ഷം രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം ഇവിടെ കിടക്കുകയാണ്, നമ്മുടെ ചിന്തകളിൽ കിടക്കുകയാണ്. ജഡത്തിന്റെ ചിന്തകൾ മനുഷ്യനെ രോഗത്തിലേക്കും മറ്റ് പ്രതികൂലങ്ങളിലേക്കും നയിക്കുന്നു. സദൃശവാക്യങ്ങൾ 17:22 ഇങ്ങനെ വായിക്കുന്നു. സദൃശവാക്യങ്ങൾ 17:22. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു, തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. അപ്പൊ എപ്പോഴും നമ്മൾ സന്തുഷ്ട ഹൃദയമാണെങ്കിൽ അത് നല്ല ഔഷധമാണ്, അത് രോഗപ്രതിരോധമുണ്ടാക്കുന്നതാണ്. എന്നാൽ മാനസികമായ സംഘർഷത്തിൽ ഒരുവൻ ജീവിക്കുകയാണെങ്കിലോ കാലക്രമേണ പെട്ടെന്ന് അവൻ രോഗിയായി തീരുവാനിടയായിത്തീരുന്നു. രോഗമുള്ളവർക്ക് രോഗം മൂർച്ഛിക്കുവാനിടയായിത്തീരുന്നു. എന്നാൽ നാം സന്തോഷത്തോടെ ഇരുന്നാൽ, സന്തുഷ്ട ഹൃദയത്തോടെ ഇരുന്നാൽ അത് നല്ല ഔഷധമായിട്ട് പ്രവർത്തിക്കുന്നു. ഇപ്പൊ നമ്മുടെ അസ്ഥികളെ ഉണക്കുന്ന ജഡത്തിന്റെ പ്രവൃത്തിയാണ്, വികാരമാണ് ക്രോധം. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം. കൊലോസ്യർ 3:8. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവീൻ. അതിന് വ്യക്തിയോട് പറയും, ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ദൂഷണം, വായിൽ നിന്ന് വരുന്ന ദുർഭാഷണം ഇവയൊക്കെ എന്ത് ചെയ്യണം? വിട്ടുകളയണം. അതിന്റെ കാരണം എന്താ? 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, കൊലോസ്യർ 3:7. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അപ്പൊ നാം ഇതൊക്കെ വിട്ടുകളയണമെന്ന് പറയുന്നതിന്റെ കാരണം എന്താ? ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ജഡീക പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാനായിട്ട് സാധിക്കുന്നത്? അതിനെ എങ്ങനെ അതിജീവിക്കുവാനായിട്ട് കഴിയും? എഫെസ്യ ലേഖനം 4-ാം അധ്യായം 31-32 വാക്യങ്ങൾ. എഫെസ്യർ 4:31-32 വാക്യങ്ങൾ. അവിടെ എന്താ വായിക്കുന്നത്? എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സിലുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. ഇപ്പൊ എഫെസ്യ ലേഖനത്തിലൂടെ അപ്പോസ്തലനായ പൗലോസ് നമുക്ക് നൽകുന്ന വളരെ ശക്തമായ പരിശുദ്ധാത്മാവിന്റെ ആലോചന എന്താണ്? എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. എന്നിട്ടോ നിങ്ങൾ തമ്മിൽ ദയയും മനസ്സിലും ഉള്ളവരായി ദൈവം ക്രിസ്തുവിൽ നമ്മളോട് ക്ഷമിച്ചതുപോലെ നാം അന്യോന്യം ക്ഷമിപ്പീൻ. അപ്രകാരം സാധിക്കുന്നില്ല എങ്കിൽ വചനം പറയുന്നു, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അപ്പൊ ക്രോധമെന്ന ജഡത്തിന്റെ പ്രവൃത്തി നമ്മെ ദൈവരാജ്യത്തിന് പുറത്താക്കുമെന്ന് തിരുവചനം വ്യക്തമായിട്ട് പറയുന്നു. ഇത് തന്നെയുമല്ല, ക്രോധം നമ്മുടെ കാര്യശേഷിയെ ഗണ്യമായി കുറയ്ക്കുന്നു, നമ്മുടെ കാര്യപ്രാപ്തിയെ കുറയ്ക്കും. കോപിക്കുന്ന ആളിന്റെ രക്തം സാധാരണ കോപിക്കാത്തവരുടെ രക്തത്തെക്കാൾ വേഗത്തിൽ കട്ടപിടിക്കുന്നു. കോപം ഹൃദയഭിത്തികളെ തകർക്കുകയും കാലക്രമേണ ഹൃദ്രോഗത്തിലേക്ക് നയിക്കുകയും ചെയ്യുമെന്ന് വൈദ്യശാസ്ത്രം പറയുന്നുണ്ട്. ഇത് തന്നെയല്ല, കോപിക്കുമ്പോൾ ആമാശയത്തിലെ മാംസപേശികൾ ചുരുങ്ങുകയും ക്രമേണ അത് വിട്ടുമാറാത്ത വയറുവേദനയ്ക്ക് കാരണമാകുകയും ചെയ്യുമെന്ന് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നു. അതിനാൽ കോപവും ക്രോധവും നമുക്ക് ആപത്താണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കാം. അപ്പൊ കോപിക്കുന്ന ഒരുവന്റെ ശാരീരിക ഘടനകൾ, ശാരീരിക പ്രക്രിയകൾ ആകെ തകിടം മറിയുകയാണ്. അത് മനുഷ്യരെ പലവിധ രോഗങ്ങളിലേക്കും അസ്വസ്ഥതകളിലേക്കും ഒക്കെ നയിക്കുന്നു. സമാധാനപരമായി സന്തോഷത്തോടെ ജീവിച്ചാൽ എത്ര നല്ലതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ കോപമെന്ന വികാരത്തെ നിയന്ത്രിക്കുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കോപസ്വഭാവത്തെ കീഴടക്കാൻ അല്പം പ്രയാസമാണ്. ഈ നല്ല കോപമുള്ള വ്യക്തികളുണ്ട്. ആ കോപമുള്ള വ്യക്തികൾക്ക് അവരുടെ കോപസ്വഭാവത്തെ നിയന്ത്രിക്കുവാൻ വളരെ പ്രയാസമാണ്. ദൈവവചനത്തിൽ വേരൂന്നിയുള്ള ഒരു ജീവിതത്തിലൂടെ മാത്രമേ അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ നമ്മൾ പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് കോപം മാറ്റാൻ പറ്റത്തില്ല. നാം ദൈവവചനത്തിൽ വേരൂന്നിയുള്ള ഒരു ജീവിതം നയിച്ചാൽ നമുക്ക് നമ്മുടെ കോപത്തെ നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ട് നാം വളർച്ച പ്രാപിച്ചാൽ മാത്രമേ ജഡത്തിന്റെ പ്രവൃത്തിയായ ക്രോധമെന്ന വികാരത്തെ കീഴടക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. കവിവചനം ഇങ്ങനെയാണ്. ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചൊരു കവിത ഓർക്കുകയാണ്. കോപിപ്പിക്കുകയിലും തെല്ലുമിളകാ സാധുമാനസം, ചൂട്ടരിച്ച് പിടിച്ചീടിൽ കടൽ വെള്ളം തിളയ്ക്കുമോ. വളരെ അർത്ഥവത്തായ വരികളാണ്.
കോപിപ്പിക്കുകയിലും തെല്ലുമിളക സാധുമാനസം. സാധു എന്ന് പറയാൻ സന്യാസി, അല്ലെങ്കിൽ സർവവും ത്യജിച്ചവൻ, ലോകത്തോട് വേർപെട്ട വിശുദ്ധിയുള്ള ജീവിതം നയിക്കുന്നവൻ. അപ്പൊ കോപിപ്പിക്കുകയിലും തെല്ലുമിളക, ഒട്ടും ഇളകത്തില്ല. ആരുടെ മനസ്സ്? സാധുക്കളുടെ മനസ്സ്, സന്യാസിവര്യന്മാരുടെ മനസ്സ്, ആത്മീയ ആചാര്യന്മാരുടെ മനസ്സ്, ശരിയായ ആത്മീയ ആചാര്യന്മാരുടെ മനസ്സ്. ഉദാഹരണം പറയാണ്, ചൂട്ടരിച്ച് പിടിച്ചീടിൽ കടൽ വെള്ളം തിളയ്ക്കുമോ? കടലിന്റെ മീതിൽ ഒരു ചൂട്ടുകറ്റ കത്തിച്ച് പിടിച്ചാൽ കടൽ വെള്ളം തിളയ്ക്കത്തില്ല. എത്ര ദിവസം കത്തിച്ചുകൊണ്ടിരുന്നാലും വെറുതെ നമ്മൾ മെനക്കെടാവുന്നുള്ളതേ ഉള്ളൂ. അതുപോലെയാണ് ആത്മീയമായി വളർച്ച പ്രാപിച്ചവർ. നമ്മൾ പലപ്പോഴും ആത്മീയമായി ദൈവവചനത്തിൽ വളർന്നാൽ മാത്രമേ നമുക്കും ശ്രേഷ്ഠന്മാരായ മുനിവര്യന്മാരെ പോലെ, ആത്മീയ ആചാര്യന്മാരെ പോലെ കോപത്തിൽ നൊഴിഞ്ഞിരിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. വീണ്ടും അടുത്ത വരികൾ ഇങ്ങനെയാണ്, സജ്ജനം ദുഷ്ടസംഗത്താൽ സ്വഭാവത്തെ വെടിഞ്ഞിടാം. അപ്പൊ നല്ല ആളുകൾ, ദുഷ്ടന്മാരായിട്ടുള്ള ആളുകളുടെ സംസർഗത്താൽ അവരുടെ നല്ല സ്വഭാവം എന്ത് ചെയ്യത്തില്ല? വെടിയത്തില്ല. ഉദാഹരണം പറയാണ്, കാക സംസർഗം ഉണ്ടായിടിൽ കുയിലിനൊച്ച മാറുമോ? ഒരു 100,000 കാക്കകൾ വന്ന് കുയിലിന്റെ വട്ടം വരുന്നൊരു ഒരാഴ്ച കരഞ്ഞാൽ കുയിലിന്റെ ഒച്ചയ്ക്ക് മാറ്റം വരും? ഇല്ല, കുയിലായിട്ടേ കൂവത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ, പ്രിയമുള്ളവരെ, നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നാം കാണുന്ന സംഭവങ്ങൾ, കേൾക്കുന്ന വാർത്തകൾ, നമുക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും നമ്മളെ കോപത്തിലേക്ക് നയിക്കുന്നതാണ്. എന്നാൽ കയീനോട് ദൈവം പറഞ്ഞതുപോലെ, നീയോ അതിനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു. എന്താ കാരണം? ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. അപ്പൊ നമുക്ക് നമ്മുടെ ക്രോധത്തെ നിയന്ത്രിക്കണമെങ്കിൽ, ആ അവസ്ഥയിൽ എത്തിച്ചേരണമെങ്കിൽ ദൈവത്തോട് കൂടുതൽ അടുക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ദൈവത്തോട് കൂടുതൽ അടുത്താൽ മാത്രമേ നമ്മുടെ കോപ സ്വഭാവത്തിന് നമുക്ക് പരിഹാരം വരുത്തുവാനായിട്ട് സാധിക്കത്തുള്ളൂ. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 22, 24, 25 വാക്യങ്ങൾ. സദൃശ്യവാക്യങ്ങൾ 22-ന്റെ 24, 25 വാക്യങ്ങൾ. കോപശീലനോട് സഖിത്വമരുത്, ക്രോധമുള്ള മനുഷ്യനോട് കൂടെ നടക്കുകയും അരുത്. നീ അവന്റെ വഴികളെ കണ്ടുപഠിപ്പാനും നിന്റെ പ്രാണൻ കണിയിലകപ്പെടുവാനും ഇടവരരുത്. അപ്പൊ നമുക്ക് ഇവിടെ വചനം പറയുകയാണ്, കോപമുള്ള മനുഷ്യനോട് കൂടെ നടക്കരുത്, ക്രോധശീലനോട് സഖിത്വമരുത്. കാരണം നീ അവന്റെ വഴികളെ കണ്ടുപഠിപ്പാനും നിന്റെ പ്രാണൻ കണിയിലകപ്പെടുവാൻ ഇടവരരുത്. അപ്പൊ നമുക്ക് ദൈവത്തോടും ദൈവവചനത്തോടും ഒരടുത്ത ബന്ധമുണ്ടെങ്കിൽ ജഡത്തിന്റെ പ്രവൃത്തിയായ ക്രോധമെന്ന വികാരത്തെ നിയന്ത്രിക്കുവാൻ സാധിക്കും. എല്ലാ മനുഷ്യർക്കും ക്രോധമുണ്ട്. പക്ഷെ നമുക്ക് നിയന്ത്രിച്ച് വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ നാം ദൈവത്തോടടുക്കണം, ദൈവവചനത്തിലേക്ക് നാം കടന്നു വരണം. അതുകൊണ്ട് ഈ നല്ല പ്രഭാതത്തില് പ്രിയമുള്ളവരെ, വചനം ഓർപ്പിക്കുന്നു, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. അപ്പൊ നമുക്ക് ദൈവരാജ്യം അവകാശമാക്കണമെങ്കിൽ ഈ ജഡത്തിന്റെ പ്രവൃത്തിയോട് വിട പറയേണ്ടതായിട്ടുണ്ട്. എത്ര പേർ തീരുമാനമെടുക്കും? എന്നെ തന്നെ ഇതാ കർത്താവേ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ക്രോധമെന്ന വികാരത്തെ നിയന്ത്രിക്കുവാൻ, ദൈവത്തോട് കൂടുതൽ ചേർന്നിരിപ്പാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങനെ തീരുമാനമെടുക്കുന്നെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്ത് തന്നെയായിരുന്നാലും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നാം നല്ല തീരുമാനത്തോടും പ്രതിഷ്ഠയോടും പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ അണികളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. അടിയങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് നിങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് തിരുവചനം പറയുന്ന 15 കൂട്ടം കാര്യങ്ങളുടെ പട്ടികയിൽ ക്രോധമെന്ന ജഡത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ച് ചിന്തിക്കുവാൻ കർത്താവ് അടിയങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്ക എന്നും മുഷിഞ്ഞു പോകരുതെന്നും അത് ദോഷത്തിന് ഹേതുവാകുകയേ ഉള്ളൂ എന്നും തിരുവചനം പറയുമ്പോൾ അടിയങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിപ്പാൻ, വിശുദ്ധിയുള്ള ജീവിതം നയിപ്പാൻ കർത്താവ് അടിയങ്ങളെ സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവ് അടിയങ്ങളുടെ ജഡീക വികാരങ്ങളെ നിയന്ത്രിച്ച് വിശുദ്ധിയും വേർപാടുമുള്ള ജീവിതം നയിപ്പാൻ കൃപ നൽകണമേ. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. രോഗങ്ങളില്, ഭാരങ്ങളില്, പ്രയാസങ്ങളില്, ഞെരുക്കങ്ങളില്, കഷ്ടതയില്, കടബാധ്യതകളില്, ജീവിതത്തിന്റെ ആകുലതകളില്, മാനസിക സംഘർഷങ്ങളില് ഒക്കെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും അവിടുന്ന് മനസ്സലിയണമേ. പ്രിയമക്കളുടെ പ്രശ്നങ്ങൾക്ക് അവിടുന്ന് തന്നെ പരിഹാരം വരുത്തണമേ. അവിടുന്ന് നിങ്ങളുടെ പ്രാർത്ഥന കേട്ട കൃപയ്ക്കായിട്ട് സ്തോത്രം, മാനവമോഹത്തോട് നടക്കണമേ. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാ ഞായറാഴ്ചയും രാവിലെ 6:30 ജയ്ഹിന്ദ് ചാനലിലുള്ള സംപ്രേഷണങ്ങൾ കാണണം, മറ്റുള്ളവരോട് പറയുക. ദൈവവചനത്തിൽ പേരൂന്നി നമുക്ക് വളരുവാൻ കർത്താവ് ഇടയാക്കട്ടെ. യൂട്യൂബിലും കാണാം. ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ
നമുക്ക് ദൈവവചനം പഠിച്ച് ദൈവരാജ്യത്തിന് അവകാശികളായി തീരുവാൻ, ജഡത്തിന്റെ പ്രവൃത്തികളോട് വിട പറയുവാൻ കർത്താവ് സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ വിശുദ്ധ ദിവസം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ നൽകിയത്? വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം? ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത്? വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാമോ? വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ്? വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധമെന്താണ്? തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം. 272 പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില 75 രൂപയാണ്. പുസ്തകം VPP ആയി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താല്പര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് SMS ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക. നമ്പർ 9740979977. പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബ മാസിക. സമകാലീന സംഭവങ്ങൾ, ആരോഗ്യ ദൂതുകൾ, പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കിയ ഉത്തമ കുടുംബ മാസിക. വാർഷിക വരിസംഖ്യ 200 രൂപ മാത്രം. വരിക്കാരാകുവാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കേണ്ട ഫോൺ നമ്പർ 9168433122 974709797977.